PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിൻ്റെ ആൻസർ കീ ആണ്. ഇന്നലെ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, സമയത്തിൻ്റെ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ടാണ് കേട്ടോ ഒത്തിരി വൈകിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ ആൻസർ കീ നോക്കാം. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇൻഫ്ലെയിമബിൾ കെമിക്കൽ? ഇപ്പം നമ്മൾ പഠിപ്പിച്ച ഭാഗത്ത് നിന്നെല്ലാം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് നോട്ട്സൊക്കെ തയ്യാറാക്കി പഠിച്ചവർക്ക് ഒരുവിധം എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇൻഫ്ലെയിമബിൾ കെമിക്കൽ? നമ്മൾ പഠിപ്പിച്ചുള്ള പോർഷനാണ്. ഇൻഫ്ലെയിമബിൾ കെമിക്കൽ ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ? ഈ പറയുന്ന എല്ലാം സൈലീൻ, ക്ലോറോഫോം, ആൽക്കഹോൾ, ഇതെല്ലാം ഇൻഫ്ലെയിമബിൾ കെമിക്കലാണ്. സോ നമ്മുടെ ഓപ്ഷൻ ഡി ആണ്. ഓൾ ദ 3 എന്നുള്ളതാണ് ആൻസർ. അടുത്തത്, റിവേഴ്സ് ഓസ്മോസിസ് ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ. റിവേഴ്സ് ഓസ്മോസിസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഡി അയണൈസ്ഡ് വാട്ടർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിവേഴ്സ് ഓസ്മോസിസ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഫോർ എ കെമിക്കൽ ദാറ്റ് ഈസ് കെപ്റ്റ് അണ്ടർ വാട്ടർ. എന്താണ്? വെള്ളത്തിൽ സൂക്ഷിക്കുന്ന ഒരു കെമിക്കലിന് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. പിക്രിക് ആസിഡ് ആണ് കേട്ടോ, പിക്രിക് ആസിഡ്. അടുത്തത്, ആസിഡ് പ്രസൻറ്റ് ഇൻ ക്രോമിക് ആസിഡ് സൊല്യൂഷൻ. ക്രോമിക് ആസിഡ് സൊല്യൂഷനിലുള്ള ആസിഡ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താ? ഓപ്ഷൻ ഡി ആണ്. സൾഫ്യൂരിക് ആസിഡ് ആണ്, സൾഫ്യൂരിക് ആസിഡ്. ബിയർ ലാംബർട്ട് ലോ ഈസ് അപ്ലൈഡ് ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ്. ബിയർ ലാംബർട്ട് ലോ അപ്ലൈ ചെയ്യുന്നത് ഏത് ഇൻസ്ട്രുമെൻറ്റിലാണ്? ഓപ്ഷൻ ബി കലോറിമീറ്റർ ആണ്, കലോറിമീറ്റർ. ലബോറട്ടറി ഇൻക്യുബേറ്റർ ഈസ് യൂഷ്വലി സെറ്റ് വിത്ത് എ ടെമ്പറേച്ചർ ഓഫ്. ലബോറട്ടറി ഇൻക്യുബേറ്റർ എത്ര ടെമ്പറേച്ചറിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക? നമ്മൾ പഠിച്ചൊരു പോർഷൻ ആണ് അല്ലേ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 37 ഡിഗ്രി സെൽഷ്യസ് ആണ്, 37 ഡിഗ്രി സെൽഷ്യസ്. ഫോർ CBC ബ്ലഡ് ഈസ് കളക്റ്റഡ് വിത്ത് ആൻറ്റികൊയാഗുലൻറ്റ്. അപ്പോൾ ഏതാണ് ആൻറ്റികൊയാഗുലൻറ്റ്? ആൻസർ ഓപ്ഷൻ സി ആണ്. EDTA. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാ. അടുത്തത്, കൗൾട്ടർ കൗണ്ടർ ഈസ് യൂസ്ഡ് ഫോർ. എന്തിനു വേണ്ടിയിട്ടാണ് കൗൾട്ടർ കൗണ്ടർ യൂസ് ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. CBC ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഇൻവെസ്റ്റിഗേറ്റഡ് ഡ്യൂറിങ് ഡോണർ സെലക്ഷൻ ഇൻ ബ്ലഡ് ബാങ്ക്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഇൻവെസ്റ്റിഗേറ്റഡ് ഡ്യൂറിങ് ഡോണർ സെലക്ഷൻ ഇൻ ബ്ലഡ് ബാങ്ക്? ബ്ലഡ് ബാങ്കിൽ ഡോണർ സെലക്ഷൻ്റെ സമയത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാത്തത് ഇതിലെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. റിലേഷൻഷിപ്പ് വിത്ത് പേഷ്യൻറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് അവിടെ അന്വേഷിക്കാത്ത കാര്യം. അടുത്തത്, വാക്യൂട്ടൈനർ വിത്ത് റെഡ് ടോപ്പ് കണ്ടെയ്ൻ. നമ്മൾ പഠിച്ചതാണ് അല്ലേ, വാക്യൂട്ടൈനറിൻ്റെ ഓരോ ടോപ്പിൻ്റെയും നിറം വെച്ചിട്ട് നമ്മൾ ഓരോ ഇതും കണ്ടുപിടിക്കുന്നത്, ആൻറ്റികൊയാഗുലൻ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിൽ വാക്യൂട്ടൈനർ വിത്ത് റെഡ് ടോപ്പ് ആണെങ്കിൽ അതെന്താണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. നോ ആൻറ്റികൊയാഗുലൻ്റ് എന്നുള്ളതാണ്. നമ്മൾ ആദ്യം പഠിച്ചതാണ്, ഒരു ടേബിളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം കൊടുത്തിരിക്കുന്നതാണ് റെഡ് ടോപ്പ്. നോ ആൻറ്റികൊയാഗുലൻ്റ് എന്നാണത് മീൻ ചെയ്യുന്നത്. വിച്ച് ആൻറ്റികൊയാഗുലൻ്റ് ഇൻഹിബിറ്റ് ത്രോംബിൻ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൻറ്റികൊയാഗുലൻ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഹെപ്പാരിൻ ആണ്. ഇത് നമ്മൾ പഠിച്ചതാണ്, ഹെപ്പാരിൻ. ഇൻ എ സെൻട്രിഫ്യൂജ്ഡ് ബ്ലഡ് സാമ്പിൾ WBC അപ്പിയർ. എങ്ങനെയാണ് ഇൻ എ സെൻട്രിഫ്യൂജ്ഡ് ബ്ലഡ് സാമ്പിളിൽ WBC അപ്പിയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ബിറ്റ്വീൻ RBC ആൻഡ് പ്ലേറ്റ്ലെറ്റ് ആണ് കേട്ടോ, ബിറ്റ്വീൻ RBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്. റെറ്റിക്കുലോസൈറ്റ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇമ്മെച്വർ RBC ആണ്, ഇമ്മെച്വർ RBC. ലെങ്ത് ഓഫ് വെസ്റ്റർഗ്രൻസ് പിപ്പറ്റിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. 300 mm ആണ്. ഹോസ്പിറ്റൽ വേസ്റ്റ് ലൈക്ക് യൂസ്ഡ് സിറിഞ്ച്, നീഡിൽ എക്സിട്ര ആർ സ്റ്റോർഡ് ഇൻ വിഷ് കളേർഡ് ബിൻ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ചിത്രമൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിപ്പിച്ച് തന്നതാണ് അല്ലേ. സിറിഞ്ചും നീഡിൽസും എല്ലാം ഏത് കളർ ബിന്നിലാണ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുക? ഓപ്ഷൻ സി ആണ്. വൈറ്റ് ആണ് അല്ലേ, വൈറ്റിലാണ് നീഡിലും സിറിഞ്ചും എല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അടുത്തത്, ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കാൾ ലാൻഡ്സ്റ്റെയ്നർ ആണ്. നമ്മൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്ത കൂട്ടത്തിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാൾ ലാൻഡ്സ്റ്റെയ്നർ.
ഇൻ ACD സൊല്യൂഷൻ എറിത്രോസൈറ്റ്സ് ഗെറ്റ് എനർജി ഫ്രം. ACD സൊല്യൂഷനിൽ എറിത്രോസൈറ്റ്സിന് എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഗ്ലൂക്കോസ് ആണ്, ഗ്ലൂക്കോസ്. വിച്ച് ടൈപ്പ് ഓഫ് ദ സെൽസ് പ്രസന്റ് ഇൻ എ ഹെൽത്തി അഡൾട്ട് ആസ് 3 lakhs per cubic millimeter ഓഫ് ബ്ലഡ്? ഏത് തരം സെൽസ് ആണ് ഒരു ഹെൽത്തി അഡൾട്ടിൽ ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 lakhs per cubic millimeter ഓഫ് ബ്ലഡ് ഏതാണ് ഇതിൽ വരുന്ന ഏത് സെൽസ് ആണ്? ഓപ്ഷൻ ബി ആണ്, പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പ്ലേറ്റ്ലെറ്റ്സ് ആണ് 3 lakhs per cubic meter ഓഫ് ബ്ലഡ് ആയിട്ട് കാണപ്പെടുന്നത് ഒരു അഡൾട്ടിൻ്റെ, ഹെൽത്തി ആയിട്ടുള്ള ഒരു അഡൾട്ടിൻ്റെ കേസിൽ. ഓക്കെ, പ്ലേറ്റ്ലെറ്റ്സ് ആണ് ആൻസർ. അടുത്തത് ലീഷ്മാൻ സ്റ്റെയിൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. ലീഷ്മാൻ സ്റ്റെയിൻ എന്ന് പറയുന്നത് ഏത് തരം സ്റ്റെയിനിന് എക്സാമ്പിൾ ആണ്? ഓപ്ഷൻ എ ആണ്, റൊമാനോസ്കി സ്റ്റെയിനിന് എക്സാമ്പിൾ ആണ് ലീഷ്മാൻ സ്റ്റെയിൻ. ഇത് നമ്മൾ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചപ്പോൾ പഠിച്ച കാര്യമാണ്. അടുത്ത ചോദ്യം, RBCs ആർ ലൈസ്ഡ് ബൈ അസറ്റിക് ആസിഡ് ഇൻ. RBCs ആർ ലൈസ്ഡ് ബൈ അസറ്റിക് ആസിഡ് ഇൻ ഏതിലാ? ആൻസർ ഓപ്ഷൻ സി ആണ്, ടർക്കിസ് ഫ്ലൂയിഡ് ആണ്. ഇത് നമ്മൾ പഠിച്ചതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു കീപ് കെമിക്കൽസ് ഫ്രീ ഫ്രം വാട്ടർ? ഏത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു കീപ് കെമിക്കൽസ് ഫ്രീ ഫ്രം വാട്ടർ? വാട്ടറിന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ്. ഏത് കെമിക്കൽസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ. ഡെസിക്കേറ്റേഴ്സ് ആണ് വരുന്നത്, ഡെസിക്കേറ്റേഴ്സ്. ബ്ലീച്ചിങ് പൗഡർ ഈസ് പ്രിപ്പയർഡ് ഫ്രം. ബ്ലീച്ചിങ് പൗഡർ പ്രിപ്പയർ ചെയ്യുന്നത് ഏതിൽ നിന്നാണ്? ആൻസർ സി ആണ്, ഹിപ്പോക്ലോറൈറ്റ് ആണ്. സൊല്യൂഷൻ ഇൻ വിച്ച് നോ മോർ സോൾട്ട് ഈസ് ഏബിൾ ടു ഡിസോൾവ്. സൊല്യൂഷൻ ഇൻ വിച്ച് നോ മോർ സോൾട്ട് ഈസ് ഏബിൾ ടു ഡിസോൾവ്. ആൻസർ ഓപ്ഷൻ എ ആണ്, സാച്ചുറേറ്റ് സൊല്യൂഷൻ ആണ്, സാച്ചുറേറ്റ് സൊല്യൂഷൻ. കീറ്റോനൂറിയ ഈസ് സീൻ ഇൻ. കീറ്റോനൂറിയ കാണപ്പെടുന്നത് എങ്ങനെയുള്ള ആളുകളിലാണ്? ഡയബറ്റിസ് മെലിറ്റസ് ഉള്ളവരിൽ, അല്ലേ? നമ്മൾ പഠിച്ച കാര്യമാണ്. അടുത്തത് HbA1c ലെവൽ റിവീൽസ് ദ മീൻ ഗ്ലൂക്കോസ് ലെവൽ ഓവർ എ പീരീഡ് ഓഫ്. എത്രയാണ് വരുന്നത്? ഇത് നമ്മൾ പഠിച്ചതാ. ഓപ്ഷൻ എ ആണ്, പ്രീവിയസ് 12 to 14 വീക്സ്. അടുത്ത ചോദ്യം, റീനൽ ത്രഷോൾഡ് ഓഫ് ഗ്ലൂക്കോസ്. റീനൽ ത്രഷോൾഡ് ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എത്ര mg% ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, 180 ആണ്. റിയേജന്റ് ഫോർ ഓക്സിഡൈസ് റിയാക്ഷൻ ഓഫ് ബാക്ടീരിയ ഈസ്. ഓക്സിഡൈസ് റിയാക്ഷൻ ഓഫ് ബാക്ടീരിയയിൽ യൂസ് ചെയ്യുന്ന റിയേജന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ടെട്രാമീത്തൈൽ ഫീനൈലിൻ ഡയാമീൻ ഹൈഡ്രോക്ലോറൈഡ് എന്നുള്ള ഓപ്ഷനാണ്. അടുത്തത്, ആസിഡ് ഫാസ്റ്റ്നെസ് ഓഫ് ബാക്ടീരിയ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്. എന്തിൻ്റെ പ്രസൻസ് കൊണ്ടാണ്? ഓപ്ഷൻ എ ആണ്, മൈക്കോളിക് ആസിഡ്. ഇത് നമ്മൾ പഠിച്ചതാണ്, അല്ലേ? കഴിഞ്ഞ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ പഠിച്ചതാണ് മൈക്കോളിക് ആസിഡ്. ദ പാരസൈറ്റ് ഓഫ് ബെനിൻ ടേർഷ്യൻ മലേറിയ നമ്മൾ ചെയ്ത പോർഷൻ ആണ്, അല്ലേ? മലേറിയയുടെ ഡയഗ്നോസിസ് നമ്മൾ പഠിച്ചതാണ്. ദ പാരസൈറ്റ് ഓഫ് ബെനൈൻ ടേർഷ്യ മലേറിയ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പി വൈവാക്സ് ആണ്. അടുത്തത്, എൻസൈം ദാറ്റ് ഷോസ് മാർക്ഡ് ഇൻക്രീസ് ഇൻ ഒബ്സ്ട്രക്റ്റീവ് ലിവർ ഡിസീസ്. എൻസൈം ദാറ്റ് ഷോസ് മാർക്ഡ് ഇൻക്രീസ് ഇൻ ഒബ്സ്ട്രക്റ്റീവ് ലിവർ ഡിസീസ് ഈസ് ഏതാ? ഓപ്ഷൻ എ ആണ്, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്. ഇത് നമ്മൾ പഠിച്ചതാണ്. Then non-enzymatic addition of any sugar to protein is called. Non-enzymatic addition of any sugar to protein എന്താണ് വിളിക്കുന്നത്? അതിനെ ഓപ്ഷൻ സി ആണ്, ഗ്ലൈക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. ടെസ്റ്റ് ടു ദി ആസസ് എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ ഓഫ് ലിവർ ഈസ് റിലേറ്റഡ് ടു. ടെസ്റ്റ് ടു ദി ആസസ് എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ ഓഫ് ലിവർ ഈസ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ്, സീറം ബിലിറൂബിൻ. ചൈനീസ് ലെറ്റർ പാറ്റേൺ ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ്. ചൈനീസ് ലെറ്റർ പാറ്റേൺ എന്ന് പറയുന്നത് എന്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ്? ഓപ്ഷൻ ബി ആണ്, സ്പൈറില്ല. സ്പൈറില്ല. ഹോൾഡിംഗ് പീരീഡ് ഓഫ് ഹോട്ട് എയർ ഓവൻ. ഹോട്ട് എയർ ഓവൻ്റെ ഹോൾഡിംഗ് പീരീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ പഠിച്ചതാണ്, ഹോട്ട് എയർ ഓവനും ഓട്ടോക്ലേവും ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താ? ഓപ്ഷൻ സി ആണ്, 160 degrees Celsius ഫോർ 1 hour എന്നുള്ളതാണ് ആൻസർ. അടുത്തത്, അൻ എക്സാമ്പിൾ ഓഫ് ഇൻഡിക്കേറ്റർ കൾച്ചർ മീഡിയം. അൻ എക്സാമ്പിൾ ഫോർ ഇൻഡിക്കേറ്റർ കൾച്ചർ മീഡിയം. കൾച്ചർ മീഡിയത്തിന് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, മെക്ലിഡോസ് മീഡിയം ആണ് കേട്ടോ. അടുത്തത്, ഇൻ പി മലേറിയ ഇൻഫെക്ഷൻ ഇൻഫെക്റ്റഡ് RBC ഷോസ്. ഇൻഫെക്റ്റഡ് RBC കാണിക്കുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്, സീമാൻസ് ഡോട്ട് ആണ്. അടുത്തത്, അൻ എക്സാമ്പിൾ ഓഫ് ക്ലിയറിംഗ് ഏജന്റ് യൂസ്ഡ് ഫോർ ടിഷ്യൂ പ്രോസസ്സിംഗ് ഇൻ ഹിസ്റ്റോപാത്തോളജി ലബോറട്ടറി.
അപ്പോൾ എന്താണ് ഹിസ്റ്റോപാത്തോളജി ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ക്ലിയറിംഗ് ഏജന്റിന്റെ എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും നമ്മൾ പഠിച്ചതാണ്. ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ്, സെഡർവുഡ് ഓയിൽ ആണ്. കോൾഡ് അസറ്റോൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. കോൾഡ് അസറ്റോൺ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ഓപ്ഷൻ സി, ഹിസ്റ്റോകെമിക്കൽ ഫിക്സേറ്റീവിന് എക്സാമ്പിൾ ആണ്. ഹിസ്റ്റോകെമിക്കൽ ഫിക്സേറ്റീവ്. ഡ്രൈ കെമിസ്ട്രി സിസ്റ്റം ദ റിയാക്ഷൻ ഈസ് മെഷേർഡ് ബൈ. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്, റിഫ്ലക്റ്റൻസ് സ്പെക്ട്രോഫോട്ടോമെട്രി. ലീബർമാൻ ബർച്ചാഡ് റിയാക്ഷൻ ഈസ് റിലേറ്റഡ് ടു. ലീബർമാൻ ബർച്ചാഡ് റിയാക്ഷൻ ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ്, കൊളസ്ട്രോൾ. കോൺ സിൻഡ്രോം ഈസ്. കോൺ സിൻഡ്രോം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം. ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം. ഇൻ കേസ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ, ഡിലേ ഇൻ സെപ്പറേഷൻ ഓഫ് സീറം ഫ്രം ബ്ലഡ് റിസൾട്ട്സ് ഇൻ. ഇൻ കേസ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ, ഡിലേ ഇൻ സെപ്പറേഷൻ ഓഫ് സീറം ഫ്രം ബ്ലഡ് റിസൾട്ട്സ് ഇൻ. എന്തിനാണ് റിസൾട്ട് ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ്, ലോ ഗ്ലൂക്കോസ് ലെവലാണ് കാണിക്കുന്നത്. ഇൻ ഡയബറ്റിസ് മെലിറ്റസ്, ഫ്രൂട്ടിക് ഓർഡർ ഓഫ് യൂറിൻ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്. ഡയബറ്റിസ് മെലിറ്റസ് ഉള്ളവരിൽ ഫ്രൂട്ടി ഓർഡർ, ഒരു ഫ്രൂട്ടി സ്മെല്ലുള്ള യൂറിൻ ഉണ്ടാവുന്നതിന് എന്തിൻ്റെ പ്രസൻസ് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അസറ്റോൺ. ഇത് നമ്മൾ പഠിച്ചതാണ് യൂറിൻ അനാലിസിസ് പഠിച്ചപ്പോൾ അല്ലേ. അടുത്ത എസ്ബാറ്റ്സ് റിയേജന്റ് ഈസ്. അതെന്താണ്? ഓപ്ഷൻ എ ആണ്, പിക്രിക് ആസിഡ് ആൻഡ് സിട്രിക് ആസിഡ് ആണ് എസ്ബാറ്റ്സ് റിയേജന്റ് എന്ന് പറയുന്നത് കേട്ടോ. പിക്രിക് ആസിഡ് ആൻഡ് സിട്രിക് ആസിഡ്. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് യൂസ്ഡ് ആസ് എ പ്രിസർവേറ്റീവ് ഇൻ മെയേഴ്സ് ഹെമറ്റോക്സിലിൻ സ്റ്റെയിൻ. മെയേഴ്സ് ഹെമറ്റോക്സിലിൻ സ്റ്റെയിനിൽ യൂസ് ചെയ്യുന്നത്, പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ക്ലോറൽ ഹൈഡ്രേറ്റ് ആണ്. സ്റ്റെയിൻ യൂസ്ഡ് ഫോർ ഹോർമോണൽ ഇവാലുവേഷൻ ഇൻ സൈറ്റോളജി. സൈറ്റോളജിയിൽ ഹോർമോൺ ഇവാലുവേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഷോ സ്റ്റെയിൻ. ഇത് നമ്മൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. റൂട്ടീൻലി യൂസ്ഡ് സൈറ്റോളജിക്കൽ ഫിക്സേറ്റീവ്. സൈറ്റോളജിക്കൽ ഫിക്സേറ്റീവ് ഏതാണ് റൂട്ടീനായിട്ട് യൂസ് ചെയ്യുന്നത്? ഇത് നമ്മൾ പറഞ്ഞതാണ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ്റെ കൂട്ടത്തിൽ. ഓപ്ഷൻ ഡി ആണ്, 95% എഥനോൾ ഈത്തർ മിക്സ്ചർ ആണ് സൈറ്റോളജിക്കൽ ഫിക്സേറ്റീവിൽ റൂട്ടീൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത്, മൾട്ടിപ്പിൾ മൈലോമ പേഷ്യൻസ് ഷോസ്. എന്താണ് കാണിക്കുന്നത് മൾട്ടിപ്പിൾ മൈലോമ പേഷ്യൻസ്? ഓപ്ഷൻ ഡി ആണ്, ബെൻസ് ജോൺസ് പ്രോട്ടീനൂറിയ ആണ്. ബെൻസ് ജോൺസ് പ്രോട്ടീനൂറിയ. ഇത് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അടുത്തത്, റെഫറൻസ് വാല്യൂ ഓഫ് ക്രിയാറ്റിനിൻ ക്ലിയറൻസ് ഇൻ ഫീമെയിൽ ഈസ്. റെഫറൻസ് വാല്യൂ ഓഫ് ക്രിയാറ്റിനിൻ ക്ലിയറൻസ് ഇൻ ഫീമെയിൽ. ഫീമെയിലുള്ള ക്രിയാറ്റിനിൻ ക്ലിയറൻസിൻ്റെ റെഫറൻസ് വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 80 to 115 ml/min ആണ് പറയുന്നത്. അടുത്തത്, ട്യൂമർ മാർക്കർ ഓഫ് ഓവേറിയൻ ക്യാൻസർ. ഓവേറിയൻ ക്യാൻസറിൻ്റെ ട്യൂമർ മാർക്കർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, CA125. ദ യൂസസ് ഓഫ് മൈക്രോവേവ്സ് ആർ. മൈക്രോവേവ്സിൻ്റെ യൂസസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, യൂസ്ഡ് ഇൻ റഡാർ സിസ്റ്റം. റഡാർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നു. അടുത്തത്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദി ഷൻ ഡിസ്റ്റൻസ് ഇഫ് എ ഗാൽവനോമീറ്റർ ഈസ് കൺവേർട്ടഡ് ടു അമ്മീറ്റർ. ദ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ഈസ് 10 ohm ആൻഡ് ഇറ്റ്സ് റിക്വയർസ് 5% ഓഫ് ദ മെയിൻ കറണ്ട് ആസ് ദ കറണ്ട് ഫോർ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 10/19 ohm എന്നുള്ളതാണ് ആൻസർ. ദ വാല്യൂ ഓഫ് ബോർ റേഡിയസ്. ബോർ റേഡിയസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 5.29 into 10⁻⁻11 മീറ്റർ. അടുത്തത്, ഇഫ് ദ പെർസെൻറ്റേജ് എറർ ഇൻ റേഡിയസ് ഈസ് 1% ആൻഡ് ദ പെർസെൻറ്റേജ് എറർ ഇൻ ലെങ്ത് ഈസ് 3%, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് എറർ ഇൻ കാൽക്കുലേറ്റിംഗ് ദ വോളിയം ഓഫ് എ സിലിണ്ടർ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 5%. എ പാർട്ടിക്കിൾ മൂവ്സ് വിത്ത് വെലോസിറ്റി 3 m/s towards east for a time t and with a velocity 2 m/s for a time 2t along north. Find the average velocity. Average velocity ഓപ്ഷൻ ബി ആണ്, 5/3 m/s. അടുത്തത്, ഫൈൻഡ് ദ ടോർക്ക് ഓഫ് എ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അബൌട്ട് ദി ഒറിജിൻ ദ ഫോഴ്സ് ആക്ട്സ് ഓൺ ദ പാർട്ടിക്കിൾ ഹൂസ് പൊസിഷൻ വെക്ടർ ഈസ് എന്ന് പറഞ്ഞിട്ട് പൊസിഷൻ വെക്ടർ കൊടുത്തിട്ടുണ്ട്. ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്, 9 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാല്യൂ ആണ് വരുന്നത് കേട്ടോ. അടുത്തത്, ദ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഇസ് 30 days. വാട്ട് ഈസ് ദ ടൈം ഫോർ 3/4 ഓഫ് ദ ഒറിജിനൽ മാസ് ടു ഡിസിൻറ്റഗ്രേറ്റ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്തത്, 2 lenses ഓഫ് പവേഴ്സ് +6D ആൻഡ് -2D ആർ കമ്പൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഫോക്കൽ ലെങ്ത് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 0.25 മീറ്റർ.
അടുത്തത്, ഇഫ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി ഈസ് 50 ഹെഡ്സ്, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഇൻ എ ഫുൾ വേവ് റെക്ടിഫയർ എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്, 100 ഹെഡ്സ് ആണ് വരുന്നത്. വാട്ട് ഈസ് ദ ഫോഴ്സ് നീഡഡ് ടു ലിഫ്റ്റ് എ കാർ ഇഫ് എ ഫോഴ്സ് 50 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ടു ദി സ്മോളർ പിസ്റ്റൺ ഓഫ് റേഡിയസ് 5 സെൻറ്റിമീറ്റർ, റേഡിയസ് ഓഫ് ദ ലാർജർ പിസ്റ്റൺ ഈസ് 15 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 450 ന്യൂട്ടൺ. The resistance of the carbon resistor with color code red, yellow, red, gold is എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ ബി ആണ്, റേഞ്ച് ഫ്രം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്തത്, ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, സി ആണ് ആൻസർ. എ ബോഡി വെയ്സ് 50 ന്യൂട്ടൺ ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് എന്ന് തുടങ്ങുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ഇറ്റ് ഡ്യൂ ടു ദി എർത്ത് അറ്റ് എൻ ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് എ റേഡിയസ് ഓഫ് ദി എർത്ത് എന്ന് പറയുന്ന ഈ ഒരു ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 0 ആണ് വരുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് ഫോർ ആൻ അഡിയബാറ്റിക് പ്രോസസ്? അഡിയബാറ്റിക് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 4ഉം ആണ് കറക്റ്റ് കേട്ടോ. നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്, then fast process എന്നുള്ളതാണ് കറക്റ്റ്. At what distance from the mean position is the kinetic energy is a simple harmonic oscillator equal to potential energy? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, a/√2. Which of the following alloys contain copper, tin and zinc? ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി ആണ്, ഗൺ മെറ്റൽ. ദ IUPAC നെയിം ഫോർ, ഈ തന്നിരിക്കുന്നതിൻ്റെ IUPAC ആണ് ചോദിച്ചിരിക്കുന്നത്. IUPAC നാമമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, 4-oxo pentanoic acid. ഓക്കെ, 4-oxo pentanoic acid. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗീവ്സ് എ സിൽവർ മിറർ വിത്ത് ടോളൻസ് റിയേജൻറ്റ്? ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, CH3CHO. വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടെയ്ൻസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ്? ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. The total number of orbitals in an energy level designated by principal quantum number is equal to? Answer option B ആണ്, n². Which of the following has lowest pH? Lowest pH option A ആണ്, 1m HCl. Which of the following vitamin deficiencies causes convulsion? Answer option C ആണ്, vitamin B6 ആണ്. അടുത്ത ചോദ്യം, arsenic containing medicine used for the treatment of syphilis? ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, ടെറിലിൻ ഈസ് എ കണ്ടൻസേഷൻ പോളിമർ ഓഫ് എഥിലീൻ ഗ്ലൈക്കോൾ ആൻഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ടെറിഫ്താലിക് ആസിഡ്. ആൻ ആൻറ്റിസെപ്റ്റിക് സോൾഡ് ഇൻ ദ മാർക്കറ്റ് ആസ് പ്രീഹൈഡ്രോൾ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഹൈഡ്രജൻ പെറോക്സൈഡ്. വിച്ച് അയൺ ഈസ് റിക്വയർഡ് ഫോർ ദി കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്? കൊയാഗുലേഷൻ ഓഫ് ബ്ലഡിന് റിക്വയർ ആയിട്ടുള്ള അയൺ ഏതാണെന്നാണ്, ഏത് അയണാണ് ആവശ്യമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്, കാൽഷ്യം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, കാൽഷ്യം കൊയാഗുലേഷൻ ഓഫ് ബ്ലഡിന് സഹായിക്കുന്ന കാൽഷ്യത്തെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഓക്കെ, അടുത്തത്, നെയിം ദ ഗ്യാസ് ഫോംഡ് വെൻ ദ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഈസ് ആഡഡ് ടു കോപ്പർ? ഉത്തരം ഓപ്ഷൻ എ ആണ്, NO2. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സെക്കൻഡറി സെൽ? തന്നിരിക്കുന്നതിൽ സെക്കൻഡറി സെല്ല് ഓപ്ഷൻ ബി ആണ്, നിക്കൽ കാഡ്മിയം സെൽ. സ്മോക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്? സ്മോക്ക് എന്ന് പറയുന്ന എന്തിന് എക്സാമ്പിൾ ആണ്? ഓപ്ഷൻ ഡി, എയറോസോൾ. വിച്ച് എമംഗ് ദി ഫോളോയിങ് എലമെന്റ് ഹാസ് ലാർജസ്റ്റ് അറ്റോമിക് റേഡിയസ്? ലാർജസ്റ്റ് അറ്റോമിക് റേഡിയസ് ഉള്ള എലമെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, കെ, അതായത് പൊട്ടാസ്യം. അടുത്തത്, നെയിം ദ ഇക്കോളജിക്കൽ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ഓർക്കിഡ് ആൻഡ് മാംഗോ ട്രീ? ഓർക്കിഡിൻ്റെയും മാംഗോ ട്രീയുടെയും ഇടയിലുള്ള ഇക്കോളജിക്കൽ ഇൻറ്ററാക്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കമൻസലിസം ആണ്, കമൻസലിസം. നെയിം ദ ഇക്കോളജിക്കൽ പിരമിഡ് വിച്ച് ഈസ് ഓൾവേസ് സെപ്പറേറ്റ്? നമ്മുടെ മിനിങ്ങാന്ന് അല്ലേ, പരീക്ഷയുടെ തലേ ദിവസം നമ്മൾ ഒരു സാധ്യതാ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇൻവേർട്ടഡ് അല്ലാത്ത പിരമിഡ് ഏത് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചോദ്യം ഇട്ടായിരുന്നു അല്ലേ. അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ അപ്രൈറ്റ് ആയിട്ട് ഏതാണെന്ന് ചോദിച്ചു. ഏതാണ്? എനർജി പിരമിഡാണ്. ഇതേ ചോദ്യം തന്നെയാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അടുത്തത്, ഫ്രം ദ ഫോളോയിങ് പ്ലാന്റ്സ് വിച്ച് വൺ ഈസ് എ ഡയേഷ്യസ് പ്ലാന്റ്? തന്നിരിക്കുന്നതിൽ ഡയേഷ്യസ് പ്ലാന്റ് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഡേറ്റ് പാം. സീഡ്സ് ഓഫ് സർട്ടൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് കണ്ടെയ്ൻ പെരിസ്പെർംസ്? എന്താണ് പെരിസ്പെർംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, പെർസിസ്റ്റന്റ് ന്യൂസെലസ് ആണ് പെരിസ്പെർം. ഫംഗ്ഷൻ ഓഫ് ദി ന്യൂക്ലിയോലസിസ്? ന്യൂക്ലിയോലസിന്റെ ഫംഗ്ഷൻ ഓപ്ഷൻ ബി ആണ്, ബയോസിന്തസിസ് ഓഫ് റൈബോസോം സബ് യൂണിറ്റ്സ്.
ടെർമിനലൈസേഷൻ ഓഫ് കൈസ്മാറ്റ ഒക്കർ അറ്റ് വിച്ച് സ്റ്റേജ് ഓഫ് പ്രൊഫൈസ് 1? പ്രൊഫൈസ് 1ൻ്റെ ഏത് സ്റ്റേജിലാണ് ടെർമിനലൈസേഷൻ ഓഫ് കൈസ്മാറ്റ നടക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലെപ്റ്റോട്ടി. ദ പ്രോസസ് ഓഫ് ഇല്യൂഷൻ ഡ്യൂറിങ് ഇലക്ട്രോഫോറസിസ് ഈസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. സെപ്പറേറ്റഡ് DNA fragments are cut out from agarose gel and extracted from gel piece. A single-stranded DNA or RNA which is tagged with a radioactive molecule used in molecular diagnosis is known as. എന്താണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ്, പ്രോബ്. Ability of a plant cell to generate as a whole plant is known as. Ability of a plant cell to generate as a whole plant. ഒരു പ്ലാന്റ് സെല്ല് ജനറേറ്റ് ചെയ്ത് ഒരു ഹോൾ പ്ലാന്റ് ആവാനുള്ള ആ ഒരു എബിലിറ്റിനെ പറയുന്ന പേര് എന്താണ്? ടോട്ടിപൊട്ടൻസി ആണ്, ഓപ്ഷൻ എ. ഫ്രം ദ ഫോളോയിങ് ഫൈൻഡ് ഔട്ട് എ സെലക്റ്റബിൾ മാർക്കർ. തന്നിരിക്കുന്നത് സെലക്റ്റബിൾ മാർക്കർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആംപ്. നെയിം ദ ക്രോമസോമൽ ഡിസോർഡർ ഇൻ വിച്ച് ദ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ എക്സ്പെക്ട് ഗൈനക്കോമാസ്റ്റിയ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്ലിൻഫെൽറ്റേഴ്സ് സിൻഡ്രോം. In a transcription unit of DNA, the DNA which acts as template for RNA synthesis is known as. എന്താണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ്, ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. അടുത്ത ചോദ്യം, the transmission of HIV infection in human being generally not occurs. Answer ഓപ്ഷൻ സി ആണ്, by drinking water using the same glass. Pseudocoelom is found only in animals belonging to the phylum. ഏത് ഫൈലത്തിലുള്ള അനിമൽസിലാണ് സ്യൂഡോസീലം കാണപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആസിഹെൽമിന്തസ്. ഓക്കെ, അടുത്തത്, an increased blood flow to atria of human heart stimulates the release of a natriuretic factor will leads to. ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. സ്റ്റേറ്റ്മെന്റ്സ് 1 and 4 കറക്റ്റ് എന്നുള്ളതാണ് കേട്ടോ. അതായത് വാസോ ഡയലേഷൻ എന്നുള്ളതും ഡിക്രീസ് ബ്ലഡ് പ്രഷർ എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റ്. വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഫൈലം മൊളസ്ക. ഫൈലം മൊളസ്കിൽ ഉൾപ്പെടാത്ത ഓർഗാനിസം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഒഫിയൂറ. അടുത്തത്, കാർബോഹൈഡ്രേറ്റ്സ് ആർ നോട്ട് ഡൈജസ്റ്റഡ് ഇൻ ദ സ്റ്റൊമക്ക് ഓഫ് ഹ്യൂമൻ ബീയിങ്. റീസൺ ഫോർ ദിസ്. എന്തുകൊണ്ടാണ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ സ്റ്റൊമക്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ഡൈജസ്റ്റ് ആവാത്ത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അതായത് 2 and 3 ആർ കറക്റ്റ്. അപ്പോൾ ദർ ആർ നോ കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ് എന്നുള്ളതും സലൈവറി അമിലേസ് ബിക്കംസ് ഡിനാച്ചുർഡ് ബൈ ദി HCl ഇൻ സ്റ്റൊമക്ക് എന്നുള്ളതുമാണ് ആൻസർ. ദ QRS കോംപ്ലെക്സ് ഇൻ ആൻ ECG ഓഫ് എ മാൻ റെപ്രസെൻറ്റ്സ്. ദ QRS കോംപ്ലെക്സ് ഇൻ ECG എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, which factor is not favorable for the formation of oxyhemoglobin in human being? അപ്പോൾ എന്താണ് ആൻസർ? ഓപ്ഷൻ സി ആണ്, ഹൈ ടെമ്പറേച്ചർ. അടുത്തത്, നെയിം ദ സെൽസ് വിച്ച് സിന്തസൈസ് ആൻഡ് സെക്രീറ്റ് ടെസ്റ്റിക്കുലർ ഹോർമോൺസ് ആർ കോൾഡ് ആൻഡ്രോജൻസ്. അപ്പോൾ ഏത് സെൽസ് ആണ് വിച്ച് സിന്തസൈസ് ആൻഡ് സെക്രീറ്റ് ടെസ്റ്റിക്കുലർ ഹോർമോൺസ് ആർ കോൾഡ് ആൻഡ്രോജൻസ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ലീഡിങ് സെൽസ് ആണ്, ലീഡിങ് സെൽസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 100 ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കൂടെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്